സർക്കാർ ജീവനക്കാരുടെ സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ എ.ഡി.എം. കെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും ഇന്ന് ജോലിക്കെത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി മഞ്ജുഷ രേഖാമൂലം കത്ത് നൽകി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്രീജിത്ത്, NGO അസോസിയേഷന്റെ ഭാഗമാണ് അല്ലേ മഞ്ജുഷ? അപ്പോൾ അതൊരു പൊതു സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമല്ല ആ തീരുമാനം അല്ലേ? അതൊരു രാഷ്ട്രീയ തീരുമാനം മാത്രമാണെന്ന് കാണാൻ കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഈ മഞ്ജുഷയ്ക്ക് ഈ കടുത്ത വിയോജിപ്പ് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ, CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ കടുത്ത വിയോജിപ്പുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജില്ലയിലുണ്ട്. ആറന്മുളയിൽ വൈകുന്നേരം 4 മണിക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇത്തരത്തിൽ തഹസിൽദാർമാർക്കും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കൊന്നും ഒഴിവ് നൽകിയിട്ടില്ല. പ്രത്യേകം കത്ത് നൽകണമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ആ കത്ത് അവർ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവരുടെ കളക്ടറേറ്റിൽ നൽകുക. എന്തായാലും ആ കത്ത് അനുവദിച്ചിട്ടുണ്ട്. തനിക്ക് അവധി വേണമെന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ സമരത്തോട് ഐക്യപ്പെട്ട മഞ്ജുഷ ജോലിയിൽ പ്രവേശിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും അവർ യൂണിയൻ മാറാൻ, നിലവിൽ NGO യൂണിയന്റെ പ്രവർത്തകയാണ്, അവർ യൂണിയൻ മാറാൻ വേണ്ടിയുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ജോയിന്റ് കൗൺസിൽ പ്രവർത്തകരാണ് നമുക്ക് അപ്പുറത്ത് ആ പ്രദേശത്ത് നിൽക്കുന്നത്. ഈ മേഖലയിലായിക്കോട്ടെ മറ്റേ NGO യൂണിയൻ പ്രവർത്തകരുണ്ട്. കുറച്ചു നേരത്തെ കോൺഗ്രസ് അനുകൂല സംഘടന NGO അസോസിയേഷൻ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് വന്നിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം എല്ലാ മേഖലയിലുണ്ട്. NGO യൂണിയൻകാർ പറയുന്നത് സമരം വിജയിച്ചു, അതുപോലെ തന്നെ സമരസമിതി പറയുന്നത് സമരം വിജയിച്ചു എന്നാണ്. പക്ഷേ ഇവർ പറയുന്നത്, NGO യൂണിയൻ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ സമരം പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞു. 50% ജീവനക്കാർ പത്തനംതിട്ട കളക്ടറേറ്റിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. എന്തായാലും മഞ്ജുഷയുടെ തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. അവരുടെ കുടുംബത്തോട് സർക്കാർ നീതി കാണിച്ചില്ല എന്നൊരു ആക്ഷേപം അവർക്കുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അവർ ഈ സമരത്തോട് ഐക്യപ്പെടുന്നതെന്ന് പറയാം. അവർ യൂണിയൻ മാറാൻ, NGO യൂണിയൻ പ്രവർത്തകയാണ്, അവർ യൂണിയൻ മാറാനുള്ള നീക്കമടക്കം നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ് ശ്രീത്ത്. ആ പിന്നിൽ നിൽക്കുന്ന കണ്ണാടിക്കാരൻ ഹരീഷൻ എൻ്റെ നമ്മുടെ പന്തളം കോളേജിൽ കൂടെ പഠിച്ചതാണ്. അന്ന് കൂടെ സംഘടനയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ അവനെ ദീർഘകാലത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ അവനോട് ഹായ് പറഞ്ഞേക്കണേ ഇത് കഴിയുമ്പോൾ. ബാക്കി നിൽപ്പുണ്ട് കണ്ണാടി, ഇതോ ആ കണ്ണാടി. ഓക്കെ ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.